അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമാണെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ഉത്തരവിന്റെ പകർപ്പ് 24-ന് വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പറയൂ വിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുള്ളത് ഇന്നലെയായിരുന്നു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായിട്ട് പറഞ്ഞത്. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര തെളിവില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അൻസിബ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ പോലീസ് തന്നെ പറയുന്നത് ജിഹാദി എന്നതടക്കമുള്ളത് വിളിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതി. അത് തമാശയ്ക്ക് വിളിച്ചതാണ് എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ കോടതി പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. പോലീസിന്റെ ഈ തെളിവില്ല എന്നുള്ള റിപ്പോർട്ട് അത് അപൂർണമാണെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിലാവശ്യമാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് നീന കുറുപ്പിന്റെ മൊഴിയാണ് ഇതിലേറ്റവും നിർണായകമായത് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ടിനി ടോം ജിഹാദി എന്ന ഉൾപ്പെടെയുള്ളത് വിളിച്ചു എന്നുള്ളത് നീന കുറുപ്പ് കേട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മൊഴി. അതുകൊണ്ട് തന്നെ അത് പ്രഥമ ദൃഷ്ട്യാ ഒരു തെളിവായിട്ട് കണക്കാക്കാം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു പക്ഷേ ടിനി ടോമിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.